ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നൊരു അടിപൊളി ചിക്കൻ ബിരിയാണിയാണ് ചെയ്യാൻ പോകുന്നത്. ബിരിയാണി ഓരോരുത്തരും ഓരോ രീതിയിലാണ് ചെയ്യുന്നത്. അതുപോലെ ഇത് അല്പം വ്യത്യസ്തമായ എൻ്റേതായ രീതിയിൽ ഞാനൊന്ന് ചെയ്യുകയാണ്. അതിനായി ഞാനിവിടെ ഒരു കുക്കർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. കുക്കർ ചൂടാകുമ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1 സ്പൂൺ നെയ്യും ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന പട്ട, ഗ്രാമ്പു, ഏലക്ക, സ്റ്റാർ പൂ ഇതെല്ലാം ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. പിന്നെ കൽപ്പാസി, ഇതൊക്കെ എല്ലാം ഞാൻ നാലായിട്ട് എടുത്തിട്ടുണ്ട്. ഇവിടെ ഗ്രാമ്പു, ഏലക്ക, ഒരു സ്റ്റാർ പൂ ഇങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നീളത്തിൽ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 3 വലിയ ഉള്ളി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചിലർക്ക് ബിരിയാണിയിൽ മല്ലിയില, പുതിനയില, തക്കാളി, പച്ചമുളക് ഇതെല്ലാം ഇങ്ങനെ പുറത്ത് കാണാൻ ഇഷ്ടമില്ലായിരിക്കും. അവർക്ക് എടുത്ത് മാറ്റി മാറ്റി വെച്ച് കഴിക്കുന്നത് ഒരു വലിയൊരു ബോറൻ പരിപാടിയായിട്ട് തോന്നും. ഇവിടെയും അങ്ങനെ തന്നെയാണ്. അത് കാരണം ഞാനിതാ ഇവിടെ 1 പിടി മല്ലിയില, പുതിനയില, 5 പച്ചമുളക് ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളി നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർന്ന പേസ്റ്റ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അത് നന്നായി വഴറ്റിയതിന് ശേഷം ഈ അരച്ച് വെച്ചിരിക്കുന്ന മല്ലിയില, പുതിനയില, 5 പച്ചമുളക് ഇത് 3 ചേരുവകളാണ്. ഇതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ഇതുപോലെ നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. പക്ഷേ ഇന്ന് ഞാനിവിടെ കുനുകുനായിട്ട് അരിഞ്ഞ ഒരു 3 തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. ഇതെന്തായാലും അതിൻ്റെ കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് ചേരുമ്പോൾ പുറത്തറിയില്ല. അപ്പോൾ നമുക്ക് ഇതിനാവശ്യമായ 1 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് 1 സ്പൂൺ പെപ്പർ കൂടെ ഇട്ട് കൊടുക്കാം. എൻ്റെ പച്ചമുളക് 5 എടുത്തിട്ടുണ്ടെങ്കിലും അത് എരിവ് അല്പം കുറവാണ്. ഞാൻ റെഡ് ചില്ലി ഇവിടെ ചേർക്കുന്നില്ല. സോ 1 സ്പൂൺ എരിവ് ഇന്നും വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ വെള്ളം ആഡ് ചെയ്തതിന് ശേഷം നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ ബിരിയാണിയുടെ മസാലക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് വൃത്തിയായി കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ്റെ ഒരു സ്മെല്ലൊക്കെ മാറാൻ വേണ്ടി ഞാനിവിടെ വിനീഗറും ഉപ്പും ചേർന്ന വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇതിന് ഈ മസാലക്കൂട്ടിൽ ശരിക്കൊന്ന് പിടിക്കത്തക്കവണ്ണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിവിടെ ബിരിയാണിക്ക് ജീരകശാല അഥവാ ജീരക ചമ്പ റൈസാണ് എടുത്തിട്ടുള്ളത്. അതിന് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന അനുപാതത്തിലാണ് ഞാനിവിടെ വെള്ളം എടുക്കാൻ പോകുന്നത്. ഇപ്പോൾ സാധാ കർണാടക പൊന്നി പോലത്തെ അരിയാണ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ 1:2 എന്നുള്ള റേഷ്യോയിൽ വെള്ളം എടുക്കാം. അപ്പോൾ ഇവിടെ എനിക്ക് ജീരകച്ചമ്പ റൈസ് ആയത് കാരണം ഞാൻ 1.5 കപ്പ് വെള്ളം എന്നുള്ള റേഷ്യോയിലാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. ഞാനിവിടെ 2 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. സോ 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. എപ്പോഴും പറയാറുള്ളത് പോലെ ഞാനിവിടെ തിളച്ച വെള്ളമാണ് എടുക്കുന്നത് കേട്ടോ. ഏത് പാത്രത്തിലാണോ ഏത് ടംബ്ലറിലാണോ അരി എടുക്കുന്നത് അതേ ഇതിന് 1.5 കപ്പ് വെള്ളം എടുക്കാം. നമുക്കിപ്പോൾ ഇതിനെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിനൊരു തിള വരണം. അതിനു വേണ്ടി നമുക്കിപ്പോൾ അടച്ചിട്ട് വേവിക്കാം. ഇപ്പോൾ നല്ല തിള വന്നിട്ടുണ്ട്. ചിക്കൻ അതിൻ്റെ 1/4 ഭാഗം വരെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് 20 മിനിറ്റ്സ് കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. ഈ സമയം നമുക്കിതിൻ്റെ ഉപ്പും പുളിപ്പും ഒക്കെ എരിവും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 നാരങ്ങ കൂടെ കട്ട് ചെയ്ത് അതിൻ്റെ നാരങ്ങ നീര് കൂടെ ചേർത്ത് കൊടുക്കുകയാണ് പുളിപ്പിനായിട്ട്. പിന്നെ 1 സ്പൂൺ നെയ്യ് കൂടെ എനിക്ക് ആഡ് ചെയ്യണമെന്ന് തോന്നി. അത് കാരണം ഞാൻ 1 സ്പൂൺ നെയ്യ് കൂടെ ആഡ് ചെയ്യാണ്. നമുക്കിപ്പോൾ ഇതിനെ അതിനടച്ചിട്ട് വേവിക്കാം. വെറും ഒരു 5 മിനിറ്റ്സ് മാത്രം മീഡിയം ഫ്ലെയിമിലിരുന്ന് കുക്കാവട്ടെ.
ഫസ്റ്റ് വിസിൽ വരികയാണെങ്കിൽ ഉടനെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇല്ലെങ്കിൽ 5 മിനിറ്റ്സോടെ അങ്ങനെ സ്റ്റോപ്പ് ചെയ്യുക. കൂടുതൽ നേരമാണെങ്കിൽ ചോറ് നന്നായിട്ട് അങ്ങ് കുഴഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇതാ 5 മിനിറ്റ്സ് ആയിട്ടുണ്ട്. വിസിൽ വരുന്നതിന് മുന്നേ തന്നെ ഞാൻ ഓഫ് ചെയ്തു. ശരിക്ക് കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ടാവും, അതും കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. See you in next video. Till then, bye for now.